നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ആയിരക്കണക്കിന് ടൺ പച്ചക്കറികളാണ് വേസ്റ്റായി പോകുന്നത്. അതിന് കാരണം അവ സംരക്ഷിക്കാനുള്ള, അത് ശേഖരിക്കാനുള്ള ടെക്നോളജി നമ്മുടെ രാജ്യത്ത് അത്രയേറെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പാഴായി പോകുന്ന ഈ പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ഒരു ബിസിനസ് ആശയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇത്തരത്തിൽ പച്ചക്കറികളെ പാഴാക്കാൻ അനുവദിക്കാതെ നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ബിസിനസ്. ഇതെങ്ങനെ ആരംഭിക്കാം, എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. വിദേശത്തുമായി ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഓൾറെഡി നിരവധി കർഷകർ ഒത്തിരി വെജിറ്റബിൾസ് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആവശ്യത്തിലധികമായി ഇത്തരത്തിൽ നിരവധി പച്ചക്കറികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് സംരക്ഷിക്കാനും നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പച്ചക്കറികളെ കൂടുതൽ നാൾ കേടാകാതെ സംരക്ഷിക്കാനാണ് ഡീഹൈഡ്രേറ്റഡ് എന്നൊരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജ് ഇല്ലെങ്കിലും പുറത്ത് ഇത്തരത്തിൽ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ സൂക്ഷിച്ചാലും ഒത്തിരി കാലം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഇതിന് ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത്? ആദ്യം തന്നെ എന്താണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉണക്കിയ പച്ചക്കറികളാണ്. അതായത് വിവിധ ഡ്രൈയിങ് ടെക്നോളജീസ് യൂസ് ചെയ്ത് പച്ചക്കറിയിലെ വെള്ളം, ജലാംശം മുഴുവനായി മാറ്റി ദീർഘകാലം ഈ ഒരു പച്ചക്കറി കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ എന്നൊരു ടെക്നോളജിയിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓരോ സീസണിലും ഓരോ വെജിറ്റബിൾസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇത്തരത്തിൽ ഡീഹൈഡ്രേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിളിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസിന്റെ ഡിമാൻഡ് പല മേഖലകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് മിക്സസ്, സൂപ്പ്, സ്നാക്സ്, ബേക്കറി, ഇൻസ്റ്റന്റ് ഫുഡ് സീസണിംഗ്, ബേബി ഫുഡ്, പൗഡർ ഡ്രിങ്ക്സ് എന്നിവയിലെല്ലാം ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേറ്റ് വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും സൂപ്പ് മിക്സിലും അതുപോലെ തന്നെ റെഡി ടു കുക്ക് ഫുഡിലുമാണ് ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേറ്റ് വെജിറ്റബിൾസ് ധാരാളമായി ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഡിഷാണ് മാഗി. ഇപ്പി മാഗി, അതുപോലെ തന്നെ ന്യൂഡിൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെ മസാലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വെജിറ്റബിൾസ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരറ്റും ഇതൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഒത്തിരി നാൾ അത് കേടാവാതെ നമുക്ക് നിലനിർത്താനും കഴിയും. അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ്, ഡീഹൈഡ്രേറ്റഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി മേഖലയിൽ ഈ ഒരു വെജിറ്റബിൾസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് വെജിറ്റബിൾസ്. നമ്മളുടെ ഇന്ത്യയിൽ നിരവധി കർഷകർ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ചീപ്പായി വാങ്ങുകയും അത് നമ്മൾ പലതരത്തിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിളായി മാറ്റുകയാണെങ്കിൽ വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ചാണ്. ചെറിയ രീതിയിൽ ആരംഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് താരതമ്യേന കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വലിയ രീതിയിലുള്ള യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വലിയ തുക നൽകേണ്ടി വരും. ഏകദേശം ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു വലിയ യൂണിറ്റ് എന്ന രീതിയിലാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായി വരുന്നു. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായി ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ബിസിനസ് പ്ലാൻ, എങ്ങനെയാണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് തയ്യാറാക്കുന്നത് എന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ് ആരംഭിച്ചാലും ഒരു ബിസിനസ് മോഡൽ ക്യാൻവാസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭൂമി ആവശ്യമാണ്, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ആവശ്യമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഭൂമിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് എന്നത് നമുക്ക് നോക്കാം. ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായി വരുന്നത് വെജിറ്റബിൾ സ്റ്റോറേജ് സ്പേസ്, വാഷിംഗ് ടാങ്ക്, കട്ടിംഗ് ഏരിയ, പ്രോസസിംഗ് ഹാൾ,
ഓഫീസ് സ്പേസ് എന്നിവയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാക്കിയിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ പ്രധാനമായും ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ സ്ഥലം വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ചൂസ് ചെയ്യുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ബിസിനസ് ആണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ, അതായത് ഫാർമറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയി ആ ഒരു വെജിറ്റബിൾസ് വാങ്ങി കുറഞ്ഞ വിലയിൽ വാങ്ങി നമുക്ക് ബിസിനസ് ചെയ്യാൻ ആരംഭിക്കണം. നമ്മൾ വലിയ വില കൊടുത്താണ് വെജിറ്റബിൾസ് വാങ്ങി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ ലാഭം നേടാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് സുലഭമായി കുറഞ്ഞ വിലയിൽ എവിടെ നിന്നാണോ വെജിറ്റബിൾ ലഭിക്കുന്നത് ആ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ സുലഭമായി ലോക്കൽ ലേബേഴ്സിന് ലഭിക്കുന്ന ഒരു ഏരിയ ചൂസ് ചെയ്യുന്നതും ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലൈസൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് നെയിം രജിസ്ട്രേഷൻ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ, ബാങ്ക് അക്കൗണ്ട് പ്ലസ് പാൻ കാർഡ്, ട്രേഡ് ലൈസൻസ്, FSSAI ഫുഡ് ലൈസൻസ് എന്നീ ലൈസൻസുകളും രജിസ്ട്രേഷനുമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ ജനറലി ഉണക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് പച്ചക്കറികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, ക്യാപ്സിക്കം, ബീട്രൂട്ട്, മുളക്, ഇഞ്ചി, കൂൺ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്തരത്തിൽ നിരവധി വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇതുപോലുള്ള നിരവധി വെജിറ്റബിൾസും നമുക്ക് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ആയി യൂസ് ചെയ്യാൻ സാധിക്കും. ഓരോ സീസൺ അനുസരിച്ച് ആ ഒരു പച്ചക്കറിയുടെ ലഭ്യത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് സീസണിലാണോ നമുക്ക് കൂടുതൽ പച്ചക്കറികൾ ലഭിക്കുന്നത് ആ ഒരു പച്ചക്കറി നമ്മൾ കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത സീസൺ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ ഡിമാൻഡും കൂടുതൽ വാല്യൂവും ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ പ്രധാനമായി യൂസ് ചെയ്യുന്ന മെഷീനുകൾ എന്താണെന്ന് നോക്കാം. വാഷിംഗ് ടാങ്ക് ആൻഡ് സ്ലൈസർ, തെർമോസ്റ്റാറ്റ് ബാലൻസിംഗ് ടാങ്ക്, ഡൈയിങ് ട്രേസ് ആൻഡ് പ്രീ കൂളിംഗ് യൂണിറ്റ്, വൈബ്രേറ്ററി ഷേക്കർ, ഫ്ലൂയിഡൈസർ ബെഡ് ഡ്രയർ, ബോയിലർ ഫോർ ഹോട്ട് വാട്ടർ, വാക്യൂം ഫില്ലിംഗ് ആൻഡ് സീലിംഗ് മെഷീൻ, കൺട്രോൾ പാനൽ എന്നീ മെഷീനറീസ് ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായുള്ളത്. ഇത്രയും മെഷീൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ നമ്മൾ നൽകേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു ബിസിനസിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. അതിനുശേഷം സോർട്ടിംഗ്, ഹോട്ട് വാഷ്, പീലിംഗ് ആൻഡ് കട്ടിംഗ്, ഡ്രൈയിങ്ങിൽ തന്നെ 5 സ്റ്റേജ് ഡ്രൈയിങ് സിസ്റ്റം ഉണ്ട്. അതിനുശേഷം വാഷിംഗ് ആൻഡ് ഗ്രേഡിംഗ്, മെറ്റൽ റിമൂവിംഗ് പ്രോസസ്, വേയിങ് ആൻഡ് പാക്കിംഗിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ പാക്കുകൾ, പിന്നെ മീഡിയം റേഞ്ച്, പിന്നെ ലാർജ് റേഞ്ച്, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ പാക്ക് ചെയ്ത് കൃത്യമായി വിൽക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എല്ലാം ലഭിക്കുക എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ റെഡി ടു യൂസ് പോലുള്ള പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഉയർന്നു വരികയാണ്. അപ്പോൾ ഉറപ്പായും ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസിന്റെ ഡിമാൻഡും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിനായും ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആരാണെന്ന് നോക്കാം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്സ്, ഗ്രോസറി സ്റ്റോർ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, എക്സ്പോർട്ട് മാർക്കറ്റ്, ഇത്തരത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലൂടെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് സെൽ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിലാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ ലോക്കൽ സ്റ്റോറുകളുമായി കണക്ട് ചെയ്ത് അവർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിച്ചു നൽകുക. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവർ നമ്മളോട് കൂടുതൽ ആവശ്യപ്പെടുകയും നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് കൃത്യമായി എത്തിച്ചു നൽകുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ബിസിനസ് ആരംഭിക്കുന്നത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആവശ്യം, എന്തൊക്കെ ലൈസൻസ് ആണ് ആവശ്യം, രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ്, എങ്ങനെ ബിസിനസ് ആരംഭിക്കണം, ബിസിനസ് ഐഡിയ ഉണ്ട് പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെന്ററിനെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.